ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. ക്യാമറ ഇവിടാണ്, ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, നീ അവിടെ നിന്ന് എടുത്തോ. എന്റെ പൊന്ന് എന്താ മച്ചമ്പി ഇത് എന്നോടാണ് ചോദിക്കുന്നത്? എന്താ ഇത്? അറിയാലോ, ഓരോ കാര്യങ്ങളുടെ സമയത്തിന് അതിന്റെ സമയത്തിന് ചെയ്യണം എന്ന് അറിയാലോ. ആ അറിയാം. അത് ഓർമ്മ ഉണ്ടായാൽ മതി. മനസ്സിലായില്ല? എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല എന്നാ വാ. എന്തമ്മ ഫുഡ് ഓർഡർ ചെയ്തേ? ഞാന് ഊണ് എപ്പോഴും വീട്ടിൽ കഴിക്കുന്നല്ലേ. ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. പുതിയ ഫോർച്യൂണർ ലോഡിംഗ് ആണ്. മിനി കൂപ്പറൊക്കെ ഉള്ള ടീമാണ്, എന്നാലും ഫോർച്യൂണറിനോട് എന്തോ ഒരു ആഹ്ലാദ പ്രണയം. നോക്കിയപ്പം എല്ലാ ഫാമിലി വ്ലോഗേഴ്സും ഓരോ വഴക്കുണ്ടാക്കി ഫോർച്യൂണർ എടുക്കുന്നു. പിന്നെ നമുക്കും എന്താ ആയിക്കൂടെ? ഒരു ഫോർച്യൂണർ കിട്ടി എന്താ പുളിക്കുകയോ? ഇവിടെ വേറെ പണിയുണ്ട്, ഞാനിവിടെ വെറുതെ കുത്തിയിരിക്കല്ലോ. ഡാൻസ് കളിക്കുന്ന പിള്ളേരെല്ലാം ഫോർച്യൂണർ വാങ്ങി. മോളെ അതിനെനിക്ക് ഡാൻസ് കളിക്കാറുണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ അറിയാവൂ. ഡാൻസ് ഒന്നും കളിക്കണ്ട, വീട്ടുകാരായിട്ട് അടിപൊളി ബ്ലോഗ് ഇട്ടാൽ മതി, ഫോർച്യൂണറൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഐഡിയ ഉണ്ട്, ഈ അച്ഛനമ്മേനെ വിളി. ഇന്നു മുതൽ നമ്മൾ തമ്മിൽ അടിയാണ്, നമ്മൾ ഇനി കാണത്തില്ല. അയ്യോ അമ്മേനെ വിട്ട് എവിടെയും പോകുന്നില്ല, ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ. ഫുൾ ആക്ടിങ് എന്ത് പിന്നെ നിങ്ങൾ ഇന്നലെയായിരുന്നു? ഇന്നലെ ഇഡ്ഡലി സാമ്പാർ. ഇന്ന് രാവിലെ എന്റെ പെങ്ങളെ ഉപദേശിക്കാൻ വീട്ടിൽ പോയതാ. ഇപ്പൊ അവർക്ക് എന്നെ കണ്ണെടുത്താ കണ്ടോളൂ. ഞാനിപ്പോ വീട്ടിൽ കയറാൻ കൊള്ളാത്തവരായി. അങ്ങനെ കിട്ടുന്നില്ല, കുറച്ചും കൂടെ നിൽക്കുക. ഇവിടെ വാ. ഐ ടോൾഡ് യു ഡോണ്ട് ടച്ച് മീ. എന്റെ പൊന്നെ, എനക്കെന്താ പ്രശ്നം ബേബി? ഓ ക്യാമറയും കൊണ്ട് പോവാ. എനിക്കൊരു മൂടില്ല സീനറി. എന്ത്? എനിക്കിപ്പോ ഒരു മൂടില്ല, ക്യാമറയും കൊണ്ട് പോവാ എന്റെ ഫേസ്. അതല്ലേ ചേട്ടാ, ഈ ഹോട്ട് വിളിച്ച് വാങ്ങാനുള്ള പൈസ പോലും അതിന്റെ വ്യൂസ് ഒക്കെ കുറവാ. എടി അതിനൊരു വഴിയുണ്ട്. അച്ഛനും അമ്മേനും പെങ്ങളെയും കൊണ്ട് നമുക്കെതിരെ ഒരു ബ്ലോഗ്. ഇന്ന് രാവിലെ അങ്ങനെ തന്നെ. പിന്നെ ചോറെല്ലാം മതി. നീ ഇതല്ലേ പൊറോട്ട? പൊറോട്ട ഫിഷ്. ഇതാണ് സ്ക്രിപ്റ്റ്. അപ്പൊ ഇതിനകത്തുള്ള പറഞ്ഞാൽ മതി. പിന്നെ തമ്മിൽ കൊടുക്കാൻ മറക്കരുത്. ഈ കാലമാണ് എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ, ഇതാണ് കൊടുക്കേണ്ടത്. ഓക്കെ സെറ്റ്. ഇങ്ങനെ പിഴച്ചവൻ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞു. ചേട്ടാ ഫോർച്യൂണർ വാങ്ങാനുള്ള കാശായി. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി കഴിച്ചു, ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. പ്രശ്നങ്ങളൊക്കെ മാറി കഴിച്ചു. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് സന്തോഷം പങ്കിടാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ഫോർച്യൂണർ.